മഞ്ഞുമൽ ബോയ്സ് ആടുജീവിതം മങ്കി മാൻ ടില്ലു സ്ക്വയർ OTT അഞ്ചക്കക്കളനടക്കം ഇന്ന് റിലീസാക്കപ്പെട്ട 15 OTT റിലീസുകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ അപ്ഡേറ്റ്, മഞ്ഞുമൽ ബോയ്സ് എന്ന 230 കോടിക്ക് മേലെ കളക്ഷൻ നേടിയ സർവൈവൽ ത്രില്ലർ മലയാളം സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മെയ് 3 മലയാളം ഉൾപ്പെടെയുള്ള പാൻ-ഇന്ത്യൻ ഭാഷകളിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഏതാണ്ട് കൺഫേം ആക്കപ്പെട്ടിട്ടുള്ളതാണ്. ഇനി ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിന്റെ അടുത്ത് നിന്ന് ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നാൽ മാത്രം മതി. മഞ്ഞുമൽ ബോയ്സിന്റെ OTT റിലീസിന് ശേഷം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ 2-3 ആഴ്ചകൾക്ക് ശേഷമായിരിക്കും ആടുജീവിതം എന്ന സിനിമ OTT റിലീസ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ആടുജീവിതം എന്ന സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മെയ് അവസാന ആഴ്ചയിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യുന്നതാണ്. അടുത്തത് ദേവ് പട്ടേലിന്റെ മികച്ച അഭിപ്രായങ്ങൾ നേടി വലിയൊരു ഹിറ്റായ ആക്ഷൻ ഡ്രാമ സിനിമയാണ് മങ്കി മാൻ. സിനിമ ഏപ്രിൽ 23 ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈം, ഐറ്റ്യൂൺസ് എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസ് OTT റിലീസ് ചെയ്യുന്നതാണ്. മികച്ച അഭിപ്രായങ്ങളൊക്കെ നേടി 125 കോടിക്ക് മേലെ കളക്ഷനൊക്കെ നേടി ഹിറ്റായിട്ടുള്ള ഒരു തെലുങ്ക് കോമഡി റൊമാന്റിക് ക്രൈം സിനിമയാണ് ടില്ലു സ്ക്വയർ. സിനിമ ഏപ്രിൽ 26 നെറ്റ്ഫ്ലിക്സിലൂടെ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്യും. വിദ്യുത് ജംവാൽ നായകനാകുന്ന ക്രേഗ് ജീട്ടേക്കാത്തോ ജിയക എന്ന സ്പോർട്സ് ആക്ഷൻ ബോളിവുഡ് സിനിമ ഏപ്രിൽ 26 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്യുമെന്ന് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. അഞ്ചക്കള്ള കോക്കൻ എന്ന മലയാളം ക്രൈം സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ മലയാളം ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മികച്ച അഭിപ്രായങ്ങളൊക്കെ നേടി വലിയൊരു ഹിറ്റായ പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ ബോളിവുഡ് സിനിമയാണ് ആർട്ടിക്കിൾ 370. സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ജയം രവി നായകനാകുന്ന സസ്പെൻസ് ക്രൈം ത്രില്ലർ തമിഴ് സിനിമയായ സൈറൻ ഇപ്പോൾ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ സിനിമ സിംപ്ലി സൗത്തിലൂടെയും തമിഴ് ഭാഷയിൽ മാത്രം ഇന്ന് OTT റിലീസ് ചെയ്തിട്ടുണ്ട്. റിബൽ മൂൺ പാർട്ട് 2 എന്ന ഹോളിവുഡ് ആക്ഷൻ അഡ്വഞ്ചർ സിനിമ നെറ്റ്ഫ്ലിക്സിലൂടെ ഇപ്പോൾ തമിഴ്, തെലുങ്ക്, ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷകളിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. രണം എന്ന മിസ്റ്ററി ത്രില്ലർ തമിഴ് സിനിമ ഇപ്പോൾ സിംപ്ലി സൗത്ത്, ടെന്റ് കോട്ട എന്നീ പ്ലാറ്റ്ഫോമുകളിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ബ്ലഡ് ഫോർ ഡസ്റ്റ് എന്ന ഇംഗ്ലീഷ് ക്രൈം ആക്ഷൻ ത്രില്ലർ സിനിമ ആമസോൺ പ്രൈമിലൂടെ ഇപ്പോൾ ഇംഗ്ലീഷ് ഭാഷയിൽ ഓവർസീസ് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ സിനിമ VOD ആയിട്ടും റിലീസ് ചെയ്തിട്ടുണ്ട്. മൈ ഡിയർ ഡോങ്ക എന്ന റൊമാന്റിക് കോമഡി തെലുങ്ക് സിനിമ ഇപ്പോൾ ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തെലുങ്ക് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. സമുദ്രക്കണി നായകനാകുന്ന യാവരും വല്ലവരെ എന്ന തമിഴ് ത്രില്ലർ സിനിമ ഇന്ന് ആഹാ പ്ലാറ്റ്ഫോമിലൂടെ തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. കൂടാതെ സിംപ്ലി സൗത്തിലൂടെയും തമിഴ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നീലരാത്രി എന്നൊരു മലയാളം ഹൊറർ സിനിമ ഇന്ന് ചൈന പ്ലേയിലൂടെ മലയാളം ഭാഷയിൽ മാത്രം OTT റിലീസ് ചെയ്തിട്ടുണ്ട്. നിക്കോളാസ് കേജ് നായകനാകുന്ന ഒരു കോമഡി ഫാന്റസി ഹോളിവുഡ് സിനിമയാണ് ഡ്രീം സിനാറിയോ. സിനിമ ഇപ്പോൾ ലയൺസ് ഗേറ്റ് പ്ലേയിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ കഥയെ ആസ്പദമാക്കി ചിത്രീകരിച്ച കാം ചാലു ഹെ എന്ന ഹിന്ദി സിനിമ ഇപ്പോൾ ZEE5ലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഡിമോൺസ് എന്നൊരു ഹിന്ദി ഡ്രാമ സിനിമ ഇപ്പോൾ ZEE5ലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ഓൾ ഇന്ത്യ റാങ്ക് എന്നൊരു കോമഡി ഡ്രാമ ഹിന്ദി സിനിമ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. മികച്ച അഭിപ്രായങ്ങൾ നേടിയ ഒരു കന്നഡ ആക്ഷൻ സിനിമയാണ് യുവ. സിനിമ ഇപ്പോൾ ആമസോൺ പ്രൈമിലൂടെ സർപ്രൈസ് ആയിട്ട് കന്നഡ ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്. അടുത്തത് സീരീസ് അപ്ഡേറ്റുകളാണ്. സ്പൈഡർ വിക്ക് ക്രോണിക്കിൾസ് എന്ന ഇംഗ്ലീഷ് സയൻസ് ഫിക്ഷൻ ഫാന്റസി സീരീസ് റോക്കോ പ്ലാറ്റ്ഫോമിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ ഇപ്പോൾ ഇന്ത്യക്ക് പുറത്ത് OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. സീരീസിന്റെ എല്ലാ 8 എപ്പിസോഡുകളും OTT റിലീസ് ചെയ്തിട്ടുണ്ട്. ജെയിൻ എന്നൊരു ഇംഗ്ലീഷ് ഫാമിലി സീരീസിന്റെ സീസൺ 2 ഇപ്പോൾ ആപ്പിൾ TV പ്ലസിലൂടെ ഇംഗ്ലീഷ് ഭാഷയിൽ OTT റിലീസ് ചെയ്തിട്ടുണ്ട്.